ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സാൻവിയ. അപ്പോൾ ഇന്ന് ഞാനിവിടെ കുറച്ച് പഴുത്ത ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നല്ലേ, ഞാനിന്ന് അടിപൊളി സോഫ്റ്റായിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവാണ്. എന്താണെന്നല്ലേ ഞാനിപ്പോഴൊന്നും പറയുന്നില്ല, വഴിയേ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അത് കളറിന് വേണ്ടിയിട്ടാണ്, ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും പിന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ ലൂസും ആവരുത്, കൂടുതൽ തിക്കും ആവരുത്, ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. നെക്സ്റ്റ് ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഓരോ ചക്കപ്പഴവും ഇങ്ങനെ ഈ ഒരു ബാറ്ററിയിൽ മുക്കിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ വിഭവം എന്ന്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചക്കപ്പഴം വരിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ചക്കയും ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി, ചക്കപ്പഴം വരി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്.